ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 138 സങ്കീർത്തനം 7 വാക്യം വായിക്കുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്ന അനുദിന ജീവിതത്തിൽ ദൈവത്തെ മാത്രം ആശ്രയമാക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതൽ മുമ്പോട്ടു പോകുന്നത് അത്യുന്നതനായ ദൈവം അവനെ കാത്തുരക്ഷിക്കുമെന്നുള്ള അചഞ്ചല വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തിൽ സ്വയം സമർപ്പിച്ച് അവനായി ജീവിക്കുന്ന ഏവരെയും ദുരിതങ്ങളുടെ മധ്യേയും ശത്രുക്കളുടെ ക്രോധത്തിന്റെ നടുവിലും കാത്തുരക്ഷിക്കുന്നുവെന്ന് ദാവീദ് തന്റെ അനുഭവത്തിലൂടെ വിവരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. ദാവീദിന് തന്റെ ബാല്യം മുതൽ അനേക ദുരിതങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. ഇടയച്ചെറുക്കനായിരിക്കുമ്പോൾ സിംഹത്തിനെയും കരടിയെയും മല്ലനായ ഗോല്യാത്തിനെയും അവന് നേരിടേണ്ടി വന്നുവെങ്കിലും അവിടെയൊക്കെയും അവന്റെ ജീവനെ ദൈവം കാത്തുരക്ഷിച്ചു. ശൗൽ തന്റെ ക്രോധത്തിൽ ദാവീദിനെ കൊന്നൊടുക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അവൻ ആശ്രയം വെച്ചിരുന്ന അവന്റെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായ സർവശക്തനായ ദൈവം തന്റെ വലം കൈയാൽ അവനെ രക്ഷിച്ചുവെന്ന് ദാവീദ് സാക്ഷിക്കുന്നു. 21 പ്രാവശ്യം തന്നെ കൊല്ലുവാൻ ശ്രമിച്ച ശൗലിൽ നിന്നും ഫെലിസ്തീയ ആക്രമണങ്ങളിൽ നിന്നും തന്റെ ഓമനപുത്രനായ അബ്ജാലോമിന്റെ കരങ്ങളിൽ നിന്നും മറ്റ് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെയും തന്നെ രക്ഷിച്ച ദൈവത്തെ ദാവീദ് സദാ സ്തോത്രം ചെയ്യുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മാതൃകയാക്കണം. തന്റെ അമ്മയുടെ ഉദരം മുതൽ തന്നെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ വലങ്കൈ തന്റെ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ള ദാവീദിന്റെ അചഞ്ചല വിശ്വാസം അവന്റെ വിജയമായിരുന്നു. ദൈവത്തിന്റെ പൈതലേ, ജീവിതയാത്രയിൽ ദുർഘടങ്ങളെയും ദുരിതങ്ങളെയും നേരിടുമ്പോൾ നീ നിരാശപ്പെടാറുണ്ടോ? ശത്രുക്കൾ നിന്റെ ജീവന് വേണ്ടി കെണികളൊരുക്കി കാത്തിരിക്കുമ്പോൾ നീ ഭീരുവായി തീർന്നിട്ടുണ്ടോ? എങ്കിൽ ഈ സമയത്ത് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമോ? അവൻ നിന്റെ ജീവനെ രക്ഷിക്കുവാൻ മതിയായവനാണ്. തന്റെ വലങ്കരത്താൽ തന്റെ ഭക്തന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കുന്നു. ദാവീദിനോടൊപ്പം പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കൊടുങ്കാറ്റിൻ കെടുതികൾ പെരുകുമ്പോൾ കൂരിരുൾ ചുറ്റും മൂടുമ്പോൾ വെളിച്ചമായേശുവൻ അരികിൽ വരും. മറവിടമായവൻ മതി എനിക്ക്. വെളിച്ചമായേശുവൻ അരികിൽ വരും. മറവിടമായവൻ മതി